നടൻ കൃഷ്ണകുമാറും മകൾ ദിയയും ബലം പ്രയോഗിച്ച് തട്ടിക്കൊണ്ടുപോയെന്ന ദിയയുടെ സ്ഥാപനത്തിലെ ജീവനക്കാരികളുടെ പരാതി ശരിയല്ല എന്ന് കാണിക്കുന്ന CCTV ദൃശ്യങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസിന്. ജീവനക്കാരികളെ ബലം പ്രയോഗിച്ച് കാറിൽ കയറ്റുന്നതായി ദൃശ്യങ്ങളിൽ ഇല്ല. ഒരു ജീവനക്കാരി സ്വന്തം സ്കൂട്ടറിലാണ് കാറിന് പിന്നാലെ പോകുന്നത്. അതിനിടെ കൃഷ്ണകുമാറും മകൾ ദിയയും മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചു. എനിക്ക് ആ പാട്ടാണ് ഇത് കേട്ടപ്പോൾ ഓർമ്മ വരുന്നത്. ഇപ്പം 3 അവളുമാരെയും കാണാനില്ല, എവിടെയോ പോയി. പോലീസുകാർ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ വീടിന്റെ മുമ്പിൽ കാവലിരിക്കുകയാണ്. പക്ഷെ എന്ത് പ്രയോജനം? മുങ്ങി, ഒളിവിൽ പോയി. 2 ദിവസം മുമ്പ് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് ശോഭിച്ചിട്ട് പോയ 3 പേരെയും ആ 3 സംഘത്തെയും ഇപ്പൊ മഷിയിട്ട് നോക്കിയാൽ പോലും കാണുന്നില്ല. എവിടെ പോയി ഒളിച്ചോ? ഏതായാലും നമുക്ക് ആ CCTV ദൃശ്യങ്ങളൊന്ന് കാണാമേ. കൃഷ്ണകുമാറും ദിയയും തങ്ങളെ ബലം പ്രയോഗിച്ച് തട്ടിക്കൊണ്ടുപോയെന്നായിരുന്നു ജീവനക്കാരികളുടെ പരാതി. പക്ഷേ ദിയയുടെ കവടിയാറിലെ ഫ്ളാറ്റിൽ നിന്ന് പോലീസ് ശേഖരിച്ച CCTV ദൃശ്യങ്ങളിൽ അങ്ങനെയില്ല. സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ച ബഹളത്തിലേക്ക് നീങ്ങിയപ്പോൾ ഫ്ളാറ്റ് അസോസിയേഷൻ പ്രതിനിധികൾ ഇടപെട്ടു. പിന്നാലെ കൃഷ്ണകുമാറിനും കുടുംബത്തിനുമൊപ്പം 3 ജീവനക്കാരികളിൽ 2 പേർ കാറിൽ കയറുന്നുണ്ട്. ഈ ദൃശ്യങ്ങളാണ് CCTVയിലുള്ളത്. ചുറ്റും സ്ത്രീകളടക്കമുള്ളവരുണ്ട്. ജീവനക്കാരിൽ ഒരാൾ അവരുടെ സ്കൂട്ടറിലാണ് ഈ വാഹനത്തിന് പിന്നാലെ പോകുന്നത്. ഇതുപോലുള്ള സംഭവങ്ങൾ സിനിമകളിൽ മാത്രമേ നടക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പം റിയൽ ലൈഫിൽ അങ്ങ് നടക്കുകയാണ്. തട്ടിക്കൊണ്ടുപോയി, ഇതിനെയാണോ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്നത്? നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെയാണോ തട്ടിക്കൊണ്ടു പോകുന്നത്? വളരെ കൂളായിട്ട് കാറിൽ കയറി പോവുകയാണ്. ഇത്രയും തെറ്റ് ചെയ്തിട്ട് ആ ഓണർ പാവം, ആ പെങ്കൊച്ച് ഗർഭിണിയാണല്ലോ, അവക്കിപ്പം സ്ട്രെസ്സും സ്ട്രെയിനും ഒന്നും കൊടുക്കാൻ പാടില്ല. അപ്പൊ വയ്യാത്തൊരവസ്ഥയിൽ കടയിൽ നിന്ന് മാറി നിന്നപ്പോൾ ഇത്രയും നാളും വിശ്വസിച്ച് അനിയത്തിമാരെ പോലെ കൂടെ കൊണ്ട് നടന്ന് ആ ഒരു ബ്ലോഗിനകത്തൊക്കെ കാണണം. ഇവർ വരുമ്പോൾ ദിയയ്ക്ക് എന്തോ സന്തോഷമാണെന്ന് അറിയാമോ? എൻ്റെ ഷോപ്പിലെ പിള്ളേർ വരുന്നു, അങ്ങനെയാ പറയുന്നത്. എന്തോ ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിച്ചു, ജാതി വെച്ചിട്ട് അധിക്ഷേപിച്ചു, ഷോപ്പിലെ പിള്ളേർ വരുന്നു എന്നാണ് വിളിക്കുന്നത്. കൊച്ചു പിള്ളേരെ പോലെ കൺസിഡർ ചെയ്യുന്നു, അനിയത്തിയെ പോലെ കൺസിഡർ ചെയ്യുന്നു. ഈ ദിയയ്ക്ക് വലിയ പ്രായമൊന്നുമില്ല, 27 വയസ്സേ ഉള്ളൂ. ഏകദേശം അവളുമാരുടെ അതേ പ്രായം തന്നെയാണ്. എന്നിട്ടും അവരെ അനിയത്തിമാരെ പോലെ കൺസിഡർ ചെയ്ത് എല്ലാ ഫംഗ്ഷനും വിളിച്ച് സ്റ്റേജിൽ കയറ്റി അടുത്തിരുത്തി ഭക്ഷണവും കൊടുത്തിട്ട് ഇത്രയൊക്കെ വിശ്വസിച്ചിട്ട് ഇത്രയും ചതി കാണിച്ച ഇതുപോലുള്ള വിഷവിത്തുക്കളെ വേറെ എങ്ങും കാണാൻ പറ്റത്തില്ല. നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. ഇത്തരം ആൾക്കാരെ ഒരിക്കലും കണ്ണുടച്ച് വിശ്വസിക്കാൻ പാടില്ല. നമ്മുടെ സ്ഥാപനത്തിൽ നമ്മുടെ ബന്ധുക്കളാണെന്നുണ്ടെങ്കിൽ പോലും ഒരു കാരണവശാലും കണ്ണുടച്ച് വിശ്വസിക്കാൻ പാടില്ല. ആ CCTV ദൃശ്യങ്ങൾ നിങ്ങൾ നോക്ക്. കൃഷ്ണകുമാർ വിരളി ചൂണ്ടുന്നുണ്ട്. അദ്ദേഹം വിരളി ചൂണ്ടും. എല്ലാ അച്ഛന്മാരും അങ്ങനെയാണ്. അദ്ദേഹത്തെ ആർക്കും വിമർശിക്കാൻ പറ്റത്തില്ല. എല്ലാ അച്ഛന്മാരും അങ്ങനെയാണ്. മക്കൾക്കൊരു പ്രശ്നം വരുവാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് മകനേക്കാട്ടിൽ കൂടുതൽ മകൾക്കൊരു പ്രശ്നം വന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അച്ഛന്മാരും അങ്ങനെയാണ്. പ്രത്യേകിച്ച് മകൾ ഇങ്ങനെ ഒരു അവസ്ഥയിലിരിക്കുമ്പോൾ 7ാം മാസം 8ാം മാസമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ആ പ്രഗ്നൻസി പീരീഡിൽ ഫുള്ള് സ്ട്രെസ്സിലൂടെ സ്ട്രെയിനിലൂടെയാണ് കടന്നു പോകുന്നത്. ആദ്യം തൊട്ടേ ഈ പ്രഗ്നൻസി അനൗൺസ് ചെയ്യുന്നതിന് മുമ്പായിരുന്നു ഒരു വലിയ പ്രശ്നം ഉണ്ടായത്. കസ്റ്റമേഴ്സിന് ഇത് കൊടുക്കുന്നില്ല, ഫീഡ്ബാക്ക് കൊടുക്കുന്നില്ല, കസ്റ്റമേഴ്സ് പറയുന്ന കാര്യങ്ങൾക്കൊന്നും മെസ്സേജ് അയക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നം ഉണ്ടായിരുന്നു ഒരിടയ്ക്ക്. നമുക്ക് എല്ലാവർക്കും അറിയാം, യൂട്യൂബിൽ വലിയ പ്രശ്നമായിരുന്നു. ആ പ്രശ്നം കഴിഞ്ഞപ്പോഴാണ്, ആ സമയത്ത് ദിയ പ്രഗ്നന്റ് ആണ്, പക്ഷെ പബ്ലിക്കിന് മുമ്പിൽ പറഞ്ഞിരുന്നില്ല. അതിനുശേഷം പബ്ലിക്കായിട്ട് അത് പറഞ്ഞതിന് ശേഷം അന്ന് തൊട്ടേ ദിയയ്ക്ക് സ്ട്രെസ് സ്ട്രെയിനുമാണ്. ഇവളുമാർക്ക് ജോലി കൊടുത്തത് കാരണം ദിയയ്ക്ക് അനുഭവിക്കാൻ ഇനി വേറെ ഒന്നുമില്ല. ഈ ഒരു കൺസിഡറേഷൻ വെച്ചിട്ട് അവർക്ക് ജോലി കൊടുത്തു. അവരെ ഇത്രയും നാളും കൂടെ കൊണ്ടു നടന്നു. ദിയ സംസാരിക്കുന്നുണ്ട് മാധ്യമങ്ങളോട്. ആ വീഡിയോ നമുക്കൊന്ന് കാണാം. പ്രഷർ എനിക്ക് എടുക്കാൻ പറ്റില്ല. വേറൊരു ജോലിയുള്ള ഒരാളാണ് എൻ്റെ ഹസ്ബൻഡ്. പുള്ളിയുടെ തലയ്ക്ക് എനിക്കിത് വെക്കാൻ വയ്യ. ഞാൻ പറഞ്ഞു, ഞാൻ ഇതെൻ്റെ പേരൻസിനെ ഏൽപ്പിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ അത് ആ പിള്ളേർ ഒരുപാട് പാനിക് ചെയ്തു. കാര്യം അന്ന് രാത്രി വേണമെങ്കിലും മീഡിയയിലെ ആൾക്കാരെ എനിക്ക് പരിചയമുണ്ട്, എനിക്ക് വേണമെങ്കിൽ ഒരു മെസ്സേജ് അയക്കാമെന്നുള്ളതേ ഉള്ളൂ, ഇങ്ങനെ പറ്റി എന്ന് പറഞ്ഞു. പക്ഷേ എന്നിട്ട് ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ അടുത്ത ദിവസം രാവിലെ ആവട്ടെ, ഒന്ന് മനസ്സൊന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് ചിന്തിക്കാം എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇരുന്നത്. അപ്പോഴേ അവർ കോൺടാക്ട് ചെയ്ത് ഞാൻ പൊട്ടിത്തെറിക്കുന്ന ആ ഒരു വീഡിയോ വെളിയിലോട്ട് വിട്ടത്. മേ ബി അവർ വിചാരിച്ചിട്ടും ഉണ്ടാവാം, ഞാൻ എൻ്റെ തെറി വിളിക്കുന്ന കേട്ട് കഴിയുമ്പോൾ മീഡിയക്കാരായാലും ജനങ്ങളായാലും എല്ലാവരും എൻ്റെ അഗൻസ്റ്റ് വരും. ഈ പെണ്ണ് എന്താ ഗർഭിണിയായിട്ട് ഇത്ര തെറി വിളിക്കുന്നു എന്നുള്ള ചോദ്യം വരുന്നു. പക്ഷെ അത് ഓർക്കത്തെ മാനസികാവസ്ഥയാണ്. എന്നെ ആ അവസ്ഥയിൽ കൊണ്ട് എത്തിച്ചത് അവരായിരുന്നു. എന്നിട്ട് അതിൽ പോലും അവർ ചേച്ചി എന്ന് വിളിച്ചു വരുന്നു. ഞാൻ അപ്പോഴും അവരോട് എന്നെ ചേച്ചി എന്ന് വിളിച്ചു പോരെന്ന് പറയുന്നുണ്ട്. കാര്യം ഞാൻ അത്രയ്ക്ക് ഇവർക്ക് വ്യക്തമായി അറിയാം, ഇവരെന്നെ ചേച്ചിയായിട്ട് ഞാൻ ഇവർ അനിയത്തിയായിട്ട് പോലത്തൊരു ബന്ധമായിരുന്നു ഞാൻ കണ്ടിരുന്നത്. പക്ഷേ ഇവർ ഇപ്പോൾ തന്നെ അവർ വിനിത എന്ന് പറയുന്നൊരു കുട്ടി ഒരു സ്റ്റാൻഡില്ലാത്തൊരു കുട്ടിയായിട്ട് മീഡിയയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. കാര്യം ഒരു സംസാരിച്ച് തുടങ്ങുമ്പോൾ ആദ്യം പറയുന്നു ദിയ മാഡം, 5 സെക്കൻഡ് കഴിയുമ്പോൾ പറയുന്നു ദിയ ചേച്ചി, എന്നാൽ അടുത്ത 2 സെക്കൻഡ് കഴിയുമ്പോൾ ദിയ, പിന്നെ പറയുന്നു അവൾ,
അപ്പോൾ ആ കുട്ടിക്ക് തന്നെ ഒരു സ്റ്റാൻഡില്ല. ആ 3 പേരുടെ നിങ്ങൾക്ക് തന്നെ വ്യക്തമായി മീഡിയയിൽ കാണും. നമ്മളായിട്ട് ആരെയും പറ്റി പറയണ്ട, അവരെല്ലാം കാണിച്ച് കഴിഞ്ഞു, ലോകത്തും എല്ലാവരും കണ്ടില്ല. അത് മാത്രമല്ല മീഡിയക്കാരും ഈ കേരളത്തിലുള്ള ഇത്രയും പേര് ഇപ്പോൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നത് ഞാൻ പോയി ഞെട്ടിപ്പോയി. കാര്യം എനിക്ക് പൊതുവേ സോഷ്യൽ മീഡിയയിൽ ഞാൻ എന്തിട്ടാലും 50-50 ആണ്. 50% ആൾക്കാർ നല്ലത് പറയും, 50% ആൾക്കാർ മോശം പറയും. ഇപ്പോൾ എന്ത് നല്ലത് ചെയ്താലും. പക്ഷേ ഈ കാര്യത്തിൽ നമ്മളെല്ലാവരും ഒരു ഒറ്റക്കെട്ടായിട്ട് എല്ലാവരും എൻ്റെ കൂടെ നിൽക്കുകയാണ്. അവർക്ക് ശിക്ഷ കൊടുക്കണം എന്ന് പറഞ്ഞ് തന്നെ എന്നെക്കുറിച്ച് റോങ് ആയിട്ടിരുന്ന യൂട്യൂബേഴ്സ് പോലും നല്ലതിട്ട് ഞാൻ കണ്ടു. അതിൽ ഞാൻ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഐ എം വെരി വെരി താങ്ക്ഫുൾ ടു ദ മീഡിയ, പോലീസ് ആൻഡ് സോഷ്യൽ മീഡിയ വ്യൂവേഴ്സ്. ഐ എം റിയലി താങ്ക്ഫുൾ. കാരണം നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ടും കൂടെയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ചിരിച്ചിങ്ങനെ ഇരിക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ തളരാനുള്ള എല്ലാം ഇതിനകത്തുണ്ടായിരുന്നു. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടമുണ്ട് ദിയയുടെ കാര്യം. ഈ ഒരു ടൈമിൽ അല്ലെങ്കിൽ തന്നെ എല്ലാം പ്രശ്നങ്ങളാണ്. ഹോർമോണൽ ഫ്ലക്ച്വേഷൻ, മൂഡ് സ്വിങ്സ്, അല്ലാതെ ഫിസിക്കലി വരുന്ന വയ്യായികകൾ, വേദനകൾ. ആ ഒരു സമയത്ത് സന്തോഷത്തോടു കൂടിയിട്ട് വളരെ റെസ്റ്റ് എടുത്ത് നിൽക്കേണ്ട ഒരു സമയത്ത്, നല്ല ഫുഡൊക്കെ കഴിച്ച് വളരെ നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള അന്തരീക്ഷത്തിൽ കഴിയേണ്ട സമയത്ത് മാധ്യമങ്ങൾ, കേസ്, പോലീസ്, കോടതി ഇവ വേണ്ട മുൻകൂർ ജാമ്യത്തിന് കൊടുത്തേക്കാണ്. ഇവർക്കാണ് നഷ്ടപ്പെട്ടത്. നഷ്ടപ്പെട്ടവർക്ക് മുൻകൂർ ജാമ്യം എടുക്കേണ്ട അവസ്ഥയാണ്. എന്നാൽ ഇവരുടെ കയ്യിൽ നിന്ന് കട്ടെടുത്തുകൊണ്ട് പോയ കള്ളികളോ അവളുമാർ കൂളായിട്ട് നടക്കുന്നു. ഇപ്പം മുങ്ങി അവളുമാർ മുങ്ങുന്നതിന് മുമ്പ് പോലീസുകാർക്ക് ഇതൊന്നും അറിയണ്ടായിരുന്നു, നോക്കുകയും വേണ്ടായിരുന്നു, പോയി അന്വേഷിക്കുകയും ചെയ്യണ്ടായിരുന്നു, ചോദ്യവും ചെയ്യണ്ടായിരുന്നു. ഇതുപോലെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യുന്നു, അവരെവിടേക്ക് പോകുന്നു, അവർ മുങ്ങാൻ പോകുന്നുണ്ടോ, അവരുടെ ഫോൺ കോളുകളൊക്കെ തന്നെ നമ്മൾ നോക്കിയിരിക്കണം. ഇതൊന്നും ചെയ്യത്തില്ല. എപ്പോഴാണോ ചോദ്യം ചെയ്യേണ്ടത് അപ്പം മാത്രം പ്രതികളെ തെരഞ്ഞങ്ങ് പോകും. ആ സമയമ്പോഴത്തേന് പ്രതികൾ എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കും. എത്ര തവണത്തെയായി. ഇപ്പൊ തന്നെ ഒരുപാട് കേസുകൾ നമ്മൾ കണ്ടതാണ്. ഈ കേസുകളിലൊക്കെ തന്നെ അത്രയും നാളും പ്രതികളെ കുറിച്ച് ഒന്നും തന്നെ അന്വേഷിക്കത്തില്ല. അവസാനം ചോദ്യം ചെയ്യും എന്ന ഉള്ള ആ ഒരു സമയത്ത് മാധ്യമങ്ങളിൽ ഫുള്ള് വരും, അറസ്റ്റ് ചെയ്യാൻ പോവാണെന്ന്. ഈ പോലീസുകാർ നേരെ അവിടെ ചെല്ലുമ്പോൾ അറസ്റ്റ് ചെയ്യേണ്ട ആളെയും കാണത്തില്ല, അയാളുടെ പൊടി പോലും കാണത്തില്ല. ഇതാണ് ഇപ്പൊ കണ്ടുവരുന്നത്. ഒരു തവണത്തെ എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ എല്ലാവരും പഠിക്കും. ഇത് പലതവണ ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവർക്കാണ് നഷ്ടപ്പെട്ടത്. ഇപ്പോഴും ഇവരെ കുറ്റം പറയുന്നവരുണ്ട്. പക്ഷെ ഒരു 10% ആൾക്കാർ മാത്രമേ ഇവരെ കുറ്റം പറയുന്നുള്ളൂ. ബാക്കി 90% ആൾക്കാർ, ഇപ്പൊ സോഷ്യൽ മീഡിയയിലുള്ളവരായിക്കോട്ടെ, മാധ്യമങ്ങളിലുള്ളവരായിക്കോട്ടെ, 90% ആൾക്കാരും ഇവരുടെ ഒപ്പമാണ് നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു കമന്റ് കണ്ടു, ഇവർക്ക് സ്വാധീനമുണ്ട്, സ്വാധീനമുള്ളത് കൊണ്ട് ഇവരുടെ ഒപ്പമാണ് നിൽക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, പണവും സ്വാധീനവും ഉണ്ടായിട്ട് പോലും ഇവർക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നു. അപ്പൊ അതൊന്നും ഇല്ലാത്തൊരു സാധാരണക്കാരന്റെ അവസ്ഥയോ? അതൊന്നും ഇല്ലാത്തൊരു സാധാരണക്കാരൻ്റെ അവസ്ഥ എന്തുമായിരിക്കും? ഇവരുടെ സ്വാധീനം കണ്ടിട്ടോ, അല്ലെങ്കിൽ അവരുടെ പണം കണ്ടിട്ടോ, അവരുടെ ജാതി കണ്ടിട്ടോ, അവരുടെ പൊളിറ്റിക്സ് കണ്ടിട്ടോ ഒന്നുമല്ല ജനങ്ങൾ അവരുടെ കൂടെ നിൽക്കുന്നത്. ഇതിനു മുമ്പും ഇവരുടെ ഫാമിലിയിൽ വേറെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഇവരെ വിമർശിച്ചിട്ടുള്ളവർ പോലും ഇപ്പൊ അവരുടെ കൂടെ നിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അവരുടെ ഭാഗത്താണ് ശരി എന്ന് തോന്നിയത് കൊണ്ടാണ്. നമ്മൾ ശരി ആരുടെ ഭാഗത്താണോ അവരുടെ ഭാഗത്താണ് നമ്മൾ എപ്പോഴും നിൽക്കുന്നത്. മലയാളികളുടെ ഒരു പൊതു സ്വഭാവമാണ്, നമ്മൾ വിമർശിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്യുമെങ്കിലും ആരുടെ ഭാഗത്താണോ ശരി, അയാളിപ്പോൾ പണക്കാരനാണെന്നുണ്ടെങ്കിലും പാവപ്പെട്ടവനാണെന്നുണ്ടെങ്കിലും അയാളുടെ ഭാഗത്താണ് ശരിയെന്നുണ്ടെങ്കിൽ നമ്മൾ അയാളുടെ ഭാഗത്തേ നിൽക്കത്തുള്ളൂ. അതിപ്പോൾ ഏത് കൊമ്പത്തിരിക്കുന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞാലും, അയാൾ ഇതിനു മുമ്പ് എന്തൊക്കെ കാണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അയാളുടെ ഭാഗത്താണ് ന്യായം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. അപ്പൊ ന്യായത്തിന്റെ പക്ഷത്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ തന്നെ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അവരിപ്പം പിടിച്ചു നിൽക്കുന്നത്. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക, ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥ എന്തുമായിരിക്കും? നമുക്ക് ഊഹിക്കാം, സ്ത്രീകൾക്ക് ഊഹിക്കാൻ പറ്റും. അത്രയും വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെ ആയിരിക്കും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പൈസയെ നഷ്ടപ്പെട്ടു, കള്ളികളായിട്ടുള്ള ആൾക്കാർ അവർക്കെതിരെ കേസ് കൊണ്ടു കൊടുക്കുന്നു, കുടുംബത്തെ ഇൻവോൾവ് ആക്കി, അച്ഛനെ ഇൻവോൾവ് ആക്കി, അമ്മയ്ക്കെതിരെ കേസ്, അനിയത്തിമാർക്കെതിരെ കേസ്, ചേച്ചിക്കെതിരെ കേസ്. ആ ഒരു സാഹചര്യത്തിൽ തളർന്നു പോകത്തേ ഉള്ളൂ. പക്ഷെ ആ ഫാമിലി എല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് അവർ തളരാതെ നിൽക്കുന്നത്. ഇല്ലെങ്കിലോ ആ ഒരു സാഹചര്യത്തിൽ ആ പെങ്കൊച്ചിനെ ജയിലിൽ വരെ കയറ്റി ഇറക്കേണ്ട ആ ഒരു ഗതികേട് വരുത്തിയ ആ ജോലിക്കാരികൾക്ക് ഇനി എങ്ങും ജോലി കൊടുക്കാൻ പാടില്ല. അവളുമാരെ ഇനി ഒരു സ്ഥാപനത്തിന്റെ പടിക്ക പോലും കയറ്റാൻ പാടില്ല. അവളുമാരിനി പടിക്കലെങ്ങാനും കാലെടുത്ത് കുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സ്ഥാപനം തീർന്നു, ആ സ്ഥാപനം മുടിഞ്ഞു എന്ന് ആലോചിച്ചാൽ മതി. ഇത്രയൊക്കെ കാശും സ്വാധീനവും അപ്പോൾ അവളുമാർക്കുണ്ട്. സാധാരണക്കാരായിട്ടുള്ള ജോലിക്കാരികളല്ല അവളുമാരെന്ന് മനസ്സിലാകില്ലേ? അല്ലെങ്കിൽ ആരാണ് അവളുമാരെ ഒളിപ്പിച്ചു വെച്ചേക്കുന്നത്? ഇത്ര ധൈര്യത്തോടു കൂടി കള്ളക്കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരത്തില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ തെറ്റ് സമ്മതിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അവര് പൈസ എടുത്തു, ഏതോ ഒരു സാഹചര്യത്തിൽ പൈസ എടുത്തു പോയി, ഓക്കെ. പക്ഷേ തെറ്റ് തുറന്നു പറഞ്ഞ് സമ്മതിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ദിയാകൃഷ്ണ ഒന്നും പറയത്തില്ലായിരുന്നു. അവരെന്നിട്ടും കൺസിഡർ ചെയ്തു. അവരുടെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് പോലും അവർ കൺസിഡർ ചെയ്തു. അപ്പോൾ ഇവളുമാർ അഹങ്കാരം കാണിച്ചു. അഹങ്കാരം കാണിച്ചപ്പോഴാണല്ലോ ദിയാകൃഷ്ണയൊക്കെ കൊണ്ടുപോയി കേസ് കൊടുത്തത്. അപ്പൊ ഇതുപോലെയുള്ളവളുമാർക്കൊന്നും ഒരു കൺസിഡറേഷനും കൊടുക്കാൻ പാടില്ല. നമ്മൾ സൂക്ഷിച്ചും കണ്ടും മാത്രം നിൽക്കുക, നിർത്തേണ്ടടുത്ത് നിർത്തുക എല്ലാവരെയും.